ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ്. നമുക്ക് കേൾക്കാം. പതിവ് പോലെ കാവ്യ ടീച്ചർ സാരിയെല്ലാം ഉടുത്തൊരുങ്ങി ചന്ദനക്കുറിയും തൊട്ട് റോഡിലൂടെ നടന്നു വരുന്നത് കണ്ടു. ദേ നോക്കിക്കേ, എൻ്റെ ആൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഡാ അളിയ, അവൾ ഇന്നെങ്കിലും നിന്നെ ഒന്ന് നോക്കുമോ? വിനു കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. ഇന്നെന്തായാലും നോക്കൂ, നീ നോക്കിക്കോ. ഇന്ന് അവൾ ഇതുവഴി പോകുമ്പോൾ അവളുടെ ഉണ്ട കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ പ്രതീക്ഷയോടെ മറുപടി കൊടുത്തു. അവൾ നോക്കിയത് തന്നെ. അനൂപ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അവൾ എത്ര കാലമായി ഇതുവഴി പോകുന്നു? ഇതുവരെ നിന്നെ ഒന്ന് മര്യാദയ്ക്ക് നോക്കിയിട്ടുണ്ടോ? എന്നും ദേഷ്യത്തോടെയുള്ള ആ തുറിച്ചു നോട്ടം കണ്ട് ഞങ്ങൾക്ക് മടുത്തു. വിനു പറഞ്ഞു. നീ നോക്കിക്കോ, അവൾ ഒരു ദിവസം എൻ്റെ വലയിൽ വീഴും. അങ്ങോട്ട് ചെല്ല്, വീണത് തന്നെ, അനൂപ് പറഞ്ഞു. അവളെ കണ്ടത് മുതലുള്ള എൻ്റെ മോഹമാണ്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ അവളെ നോക്കി പറഞ്ഞു. ചുവന്ന സാരിയിൽ കാവ്യ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. അവളുടെ ഉണ്ട കണ്ണുകളും ചുവന്ന് തടിച്ച മനോഹരമായ ചുണ്ടുകളും മുഖത്തിന് ആകർഷണം നൽകുന്നു. അവൾ നന്നായി കൺമഷി കൊണ്ട് കണ്ണെഴുതാറുണ്ടായിരുന്നു. കൊത്തിവെച്ചതുപോലെയുള്ള തുടുത്ത സുന്ദരമായ മുഖത്തിന് ഭംഗി നൽകുന്ന മാൻപേയുടെ കണ്ണുകൾ, തുടുത്ത കവിൾ, ചുവപ്പ് നിറത്തിലുള്ള തേനൂറും ചുണ്ടുകൾ, കാവ്യയുടെ പിന്നിട്ട് ചന്തയോളം എത്തി നിൽക്കുന്ന നീണ്ട മുടിയും വടിവൊത്ത ശരീരവും വിടർന്നരക്കെട്ടും വീണ പോലുള്ള പിന്നഴകും എല്ലാം കൂടി കാവ്യ ഒരു കിടിലൻ ഐറ്റം തന്നെയായിരുന്നു. പതിവ് പോലെ തലയും താഴ്ത്തി ഗൗരവത്തോടെ കാവ്യ നടന്നുപോയി. ഞാൻ സ്വയം മൊഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്? രവി എന്നെ കളിയാക്കി. ആ ശരീരം ഒരു ദിവസം എൻ്റെ കൈ വരും, നീ നോക്കിക്കോ. നടക്കുമ്പോൾ തുളുമ്പുന്ന കാവ്യയുടെ വിടർന്ന പിൻഭാഗത്തേക്ക് നോക്കി ഞാൻ പറഞ്ഞു. നീ മിക്കവാറും ആ ടീച്ചറുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മേടിക്കും, വിനു പറഞ്ഞു. എടാ, നിനക്ക് ലവറായിട്ട് ആ ദേവു ഇല്ലേ? പിന്നെ എന്തിനാണ് ഈ കല്യാണം കഴിഞ്ഞവരുടെ പിന്നാലെ നടക്കുന്നത്? അനൂപ് എന്നോട് ചോദിച്ചു. ഒരു രസം, ദേവു എൻ്റെ ലവറാണ്. പക്ഷേ ഇവൾ എനിക്ക് എന്താ പറയുക, എൻ്റെ സ്വപ്ന റാണി. ഒരു തരം മോഹമാണ് അവളുടെ ആ ശരീരത്തോട്. കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവളെ കാണാൻ നീ എന്തിനാ ഇവിടെ വരുന്നത്? നിൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നാലും കണ്ടൂടെ? രവി ചോദിച്ചു. എനിക്കിവിടെ നിന്ന് കാണാനാ ഇഷ്ടം. എടാ, നിൻ്റെ കൂടെ നിന്നിട്ട് അവൾക്ക് നിന്നോട് മാത്രമല്ല ഞങ്ങളോടും ദേഷ്യമാണ്, വിനു പറഞ്ഞു. അതെങ്ങനെ? അവൾ പറഞ്ഞോ? ഞാൻ ചോദിച്ചു. എടാ, കാവ്യയുടെ ഒപ്പം പോകുന്ന ബീന ടീച്ചർ എൻ്റെ കസിനാണ്. അവളാ എന്നോട് പറഞ്ഞത് നിൻ്റെ കൂടെ കൂട്ടുകൂടരുതെന്ന്. നീ ആ കല്യാണം കഴിഞ്ഞ് കാവ്യയെ മായി നോക്കാൻ നടക്കാണെന്ന് ബീന പറഞ്ഞു. ഓഹോ, നിങ്ങൾ അങ്ങനെ ഒരു ലിങ്കുണ്ടോ? അവൾ പോകുമ്പോൾ നമ്മളിവിടെ വായ നോക്കുന്നത് കാവ്യ എൻ്റെ കസിൻ ബീന ടീച്ചറോട് പറഞ്ഞു കാണും. പിന്നെ നിന്നെ ഈ നാട്ടിൽ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ, വിനു പറഞ്ഞു. ഓഹോ, ഇനി എന്താ പരിപാടി? അനൂപ് ചോദിച്ചു. എനിക്ക് ഫാക്ടറിയിൽ പോയിട്ട് കണക്കുകളെല്ലാം ഒന്ന് നോക്കാനുണ്ട്. മാനേജർ വിളിയോട് വിളിയാ, ഞാൻ പറഞ്ഞു. സ്വന്തമായിട്ട് ഫാക്ടറിയും ബിസിനസ്സും ഉള്ളവനാ ഇങ്ങനെ റോഡിൽ കിടന്ന് വായ നോക്കുന്നത്, രവി കളിയാക്കി. ഞാൻ നോക്കൂടാ, അതിന് നിനക്ക് വല്ല മുടക്കമുണ്ടോ? തമാശ രൂപേണ രവിക്കൊരടി കൊടുത്ത് ഞാൻ എഴുന്നേറ്റു. എന്നാൽ ഞാൻ പോട്ടെ, നീ വിട്ടോ, വിനു പറഞ്ഞു. എന്നാൽ ശരിയിടാ. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. ഞാൻ സുനിൽ. ഡിഗ്രി പഠനം പകുതിയിൽ വെച്ച് നിർത്തി തറവാട് വക ഫാക്ടറികളും കടകളും നോക്കി നടത്തുന്നു. എൻ്റെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അതോടുകൂടി ഒറ്റ മകനായ എൻ്റെ തലയിലായി സകല ബിസിനസ്സും. എനിക്ക് ആകെയുള്ളത് അമ്മ മാത്രമാണ്. എൻ്റെ കഥയിലെ നായിക ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന കാവ്യയാണ്. ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഏകദേശം ഒരു 28 വയസ്സ് പ്രായം തോന്നിക്കും. ഹസ്ബൻഡ് സുരേഷ് ഒരു ചിറ്റ് ഫണ്ട്സിൽ ക്ലർക്കാണ്. കാവ്യ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ് സുരേഷ് ജോലി ചെയ്യുന്ന ചിറ്റ് ഫണ്ട്സിൻ്റെ പ്രൊപ്പറേറ്റേഴ്സും. അവർക്കൊരു മകൻ LKGയിൽ പഠിക്കുന്നു.
കാവ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാണുമ്പോഴെല്ലാം സാരിയാണ് വേഷം. വളരെ മാന്യമായും ഭംഗിയോടും കൂടി അവൾ സാരി ധരിക്കും. കാവ്യയെ സാരിയിൽ കണ്ടാൽ തന്നെ ഏത് സന്യാസിയുടെയും തപസ്സിലാകും. അത്രയ്ക്ക് സുന്ദരമായ ശരീരപ്രകൃതിയാണ്. അവളുടെ ഉണ്ട കണ്ണുകളും ചുവന്നു തടിച്ച മനോഹരമായ ചുണ്ടുകളും മുഖത്തിന് ആകർഷണം നൽകുന്നു. അവൾ നന്നായി കൺമഷി കൊണ്ട് കണ്ണെഴുതാറുണ്ടായിരുന്നു. കൊത്തിവെച്ചതുപോലെയുള്ള തുടുത്ത സുന്ദരമായ മുഖത്തിന് ഭംഗി നൽകുന്ന മാൻപേട കണ്ണുകൾ, തുടുത്ത കവിൾ, ചുവപ്പ് നിറത്തിലുള്ള തേനൂറും ചുണ്ടുകൾ, കാവ്യയുടെ വിരിഞ്ഞ മിനുസമാർന്ന വയറും പിന്നെ ബാക്കിയെല്ലാം അവളുടെ പ്രധാന ആകർഷണമാണ്. കാവ്യയുടെ മുന്നഴകും പിന്നഴകും കൗമാരക്കാരെ മാത്രമല്ല പ്രായമായവരുടെയും ചെറിയ കുട്ടികളുടെയും വരെ ഉറക്കം കെടുത്തും. കാവ്യയുടെ മുടി ഭയങ്കര ആകർഷണീയമാണ്. പട്ടുപോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള മുടിയാണ്. ഇടതൂർന്ന മുടിയാണ്. പിന്നിൽ ചന്തിയോളം എത്തി നിൽക്കുന്ന നീണ്ട ഭംഗിയുള്ള മുടിയും വടിവൊത്ത ശരീരവും വിടർന്ന അരക്കെട്ടും എല്ലാം കൂടി കാവ്യ ഒരു കിടിലൻ ചരക്ക് തന്നെയായിരുന്നു. കാവ്യയുടെ സാരി വേഷത്തിൽ അവളുടെ സൈഡ് വ്യൂവിലൂടെയുള്ള അവളുടെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അവളെ പച്ചയ്ക്ക് തിന്നാൻ തോന്നിപ്പോകും. കാവ്യയും സുരേഷും ഞങ്ങളുടെ വീടിനടുത്തേക്ക് താമസം മാറിയിട്ട് 6 വർഷം കഴിഞ്ഞു. അന്ന് കാവ്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. പിന്നീട് അടുത്തുള്ള സ്കൂളിൽ ടീച്ചറായി കയറി. അവരുടേത് ഒരു ലവ് മാരേജ് ആണെന്നാണ് പൊതുവെയുള്ള സംസാരം. കാവ്യയും സുരേഷും ഒളിച്ചോടി ഇവിടെ എത്തിയതിനാൽ തന്നെ അവർക്ക് ബന്ധുക്കളായി മറ്റാരും ഉണ്ടായിരുന്നില്ല. അവളുടെ സ്കൂളിലേക്കുള്ള വഴിയിലെ സ്ഥിരം കാഴ്ചക്കാരനാണ് ഞാൻ. പക്ഷേ കാവ്യ എന്നെ ഒട്ടും പരിഗണിക്കാറില്ല. എന്നെ മാത്രമല്ല, നാട്ടിലുള്ള ആരെയും അവൾ മൈൻഡ് ചെയ്യാറില്ല. ഞാനും കൂട്ടുകാരും ഒരുപാട് അവളുടെ മുന്നിൽ വട്ടം കറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം? ഒരു ദഹിപ്പിക്കുന്ന നോട്ടം വെച്ച് തന്ന് എല്ലാവരെയും പേടിപ്പിക്കും. എൻ്റെ കൂട്ടുകാർ അവളെക്കുറിച്ച് പറയും, എന്നാ ജാടയാടാ അവൾക്ക്. കാവ്യ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്രഷ് ഞങ്ങളുടെ അയൽപ്പക്കത്ത് തന്നെയുള്ള സിസിലി ചേച്ചിയാണ്. കാവ്യയുടെ അത്രയും വരില്ലെങ്കിലും ചേട്ടത്തി ആളൊരു സ്വയംഭം ചരക്കാണ്. സിസിലി ചേച്ചിക്ക് പ്രായം ഒരു 40-42 കാണും. ചേച്ചിയെ കാണാനായിട്ട് നമ്മുടെ സിനിമാ നടി ലെനയില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും. സിസിലി ചേച്ചിയുടെ മൂക്കിൽ ഒരു ചുവന്ന മൂക്കുത്തിയുണ്ട്. അതാണ് ചേച്ചിയുടെ മുഖത്തിൻ്റെ ഹൈലൈറ്റ്. ചേച്ചി ഒരു കടും നീല നിറത്തിലുള്ള മാക്സി ഇട്ട് രാവിലെ മുറ്റമടിക്കുന്ന സീനുണ്ട്. അത് ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തു 4K വീഡിയോ ആയി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തോ ആ മാക്സിയിൽ ചേച്ചിക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ്. ചേച്ചീനെ ആ മാക്സി ഇട്ട് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അലക്കാനിട്ട ആ നീല മാക്സി ഞാനിങ്ങ് അടിച്ചു മാറ്റി എൻ്റെ റൂമിൽ കൊണ്ടിട്ടു. രാത്രി കാലങ്ങളിൽ എൻ്റെ ഹോബിയുണ്ട്. ഈ മാക്സി എൻ്റെ ബെഡ്റൂമിലെ തലയിണയിലിട്ടിട്ട് സിസിലി ചേച്ചി ആണെന്ന് സങ്കല്പിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. വേറൊരു പില്ലോ ഉണ്ട്. അതിൽ കാവ്യ ടീച്ചർ ധരിക്കാറുള്ളതുപോലുള്ള ചുവന്ന സാരി ഉടുപ്പിച്ച് കാവ്യ ടീച്ചറെ സങ്കല്പിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എനിക്കൊരു വരം തരികയാണെങ്കിൽ ആദ്യം ഇവരെ രണ്ടുപേരെയും ഒരുപോലെ വേണമെന്നാവും ഞാൻ ആവശ്യപ്പെടുക. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് കാവ്യ ടീച്ചർക്ക്. അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ സിസിലി ചേച്ചീനെ എങ്കിലും താ എൻ്റെ ദൈവമേ എന്നപേക്ഷിക്കും. ഇതാണ് എൻ്റെ ഒരു ലൈൻ. സിസിലി ചേച്ചിയുടെ കെട്ടിയോൻ കറിയാച്ചൻ കേന്ദ്ര സർക്കാർ ജോലിക്കാരനാണ്. ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറിലോ എവിടെയോ ആണ്. വീട്ടിൽ ചേച്ചിയും ചേച്ചിയുടെ മോള് ടീനയുമാണുള്ളത്. ടീന ഡിഗ്രി 2nd ഇയർ ആണ്. ഒരു സുന്ദരിക്കുട്ടിയാണ് ടീന. ടീനയെ അങ്ങ് വളച്ചു വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. ദൈവം എങ്ങാനും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഒരു സ്പെയറായി ഇരിക്കട്ടെ. ഇനി കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഫ്രീ ആയി ഒരു ചരക്ക് അമ്മായിയമ്മയെ കിട്ടുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വളയ്ക്കുന്ന രീതിയിൽ ടീനയെ നോക്കാറുണ്ട്. അവൾ നോക്കി ചിരിക്കുമെങ്കിലും ഏതർത്ഥത്തിലാണെന്നറിയില്ലല്ലോ. ഓടുന്ന ബസ്സിൻ്റെ പിറകെയും ചിരിക്കുന്ന പെണ്ണിൻ്റെ പിറകെയും പോകരുത് എന്നാണല്ലോ. ഞായറാഴ്ച ദിവസം കാവ്യ ടീച്ചറിന് സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് എൻ്റെ കണി സിസിലി ചേച്ചിയും ടീനമോളുമാണ്. പള്ളിയിൽ പോകുന്ന അവരെ ഞാൻ അങ്ങനെ നോക്കി വെള്ളവിറക്കും. നോക്കൽ മാത്രമേ ഉള്ളൂ, വേറൊന്നും നടക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം കാവ്യ ടീച്ചർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് ജീപ്പൊക്കെ പോകുന്നത് കാണുന്നത്.
വിനു എന്നോട് കാര്യം പറഞ്ഞു. കാവ്യ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ചിറ്റ് ഫണ്ട്സിൽ നിന്ന് ജോലി ചെയ്യുന്ന വേറൊരുത്തൻ കോടികളും കൊണ്ട് മുങ്ങി. സ്റ്റാഫിനെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ കോടികളുടെ നികുതി വെട്ടിപ്പും മറ്റും കണ്ടെത്തി. ചിറ്റ് ഫണ്ട്സിന് പൂട്ടു വീണു. ഈ മാനേജ്മെൻറ്റിന് തന്നെയാണല്ലോ ടീച്ചർ ജോലി ചെയ്യുന്ന പ്രൈവറ്റ് സ്കൂളും. ചിറ്റ് ഫണ്ട്സിൻ്റെ സാമ്പത്തിക തിരിമറിയൊക്കെ കാരണം ക്യാഷ് അടച്ചവർക്ക് തിരികെ കൊടുക്കാൻ മാനേജ്മെൻറ്റിന് സ്കൂൾ വിൽക്കേണ്ടി വന്നു. ആ സ്കൂൾ വാങ്ങിയത് ഒരു കിടിലൻ പാർട്ടിയാണ്. അവർ സ്കൂൾ വാങ്ങുമ്പോൾ കണ്ടീഷൻ വെച്ചിരുന്നു, നിലവിലുള്ള സ്റ്റാഫുകളിൽ 20% പേരെ മാത്രമേ നിലനിർത്തുകയുള്ളൂ. ബാക്കി എല്ലാവരും പിരിഞ്ഞു പോകേണ്ടി വരും. കാവ്യ ടീച്ചറാണെങ്കിൽ ഡെയിലി വേജസ് ആണ്. അങ്ങനെ 2 ആളുടെയും ജോലി പോയി. ടീച്ചർക്ക് വേറൊരു സ്കൂളിൽ ജോലി നോക്കാമെന്ന് വെച്ചാൽ തന്നെ ഫെബ്രുവരി അവസാനമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇനി 3-4 മാസമെങ്കിലും പിടിക്കും എല്ലാം ഒന്ന് ശരിയാവാൻ. റെഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനായതിനാൽ സുരേഷിന് അത്ര പെട്ടെന്നൊന്നും ജോലി കിട്ടാൻ സാധ്യതയില്ല. പിന്നീട് അവളെ ഞാൻ കണ്ടിട്ടില്ല. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ സിസിലി ചേച്ചിയുടെ കെട്ടിയവന് പ്രമോഷൻ ട്രാൻസ്ഫറായി ബാംഗ്ലൂർ എവിടെയോ വന്നു. പുള്ളി വന്ന് സിസിലി ചേച്ചിയും ടീനമോളെയും കൊണ്ടുപോയി. ഡാർക്ക്. ഞാൻ എന്ത് ചെയ്യാൻ? പിന്നീട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ മോഹമായ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ വീടിന് മുന്നിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാവ്യ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്നത് കണ്ടത്. എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടായി. പക്ഷെ അത് ഞാൻ പ്രകടിപ്പിച്ചില്ല. ചുവന്ന സാരിയായിരുന്നു കാവ്യയുടെ വേഷം. കാവ്യ നിറപുഞ്ചിരിയോടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. അമ്മ എവിടെ? അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയതാണ്. നിങ്ങളിരിക്കൂ. കാവ്യ എനിക്ക് അഭിമുഖമായ കസേരയിലിരുന്നു. എന്തേ? ഞാൻ ചോദിച്ചു. ഞാൻ നിൻ്റെ അമ്മയോടൊരു കാര്യം ചോദിച്ചിരുന്നു. നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താണ്? പറയാൻ അല്പം മടിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു. കുറച്ച് പൈസ കടത്തിൻ്റെ കാര്യമാ. നിങ്ങൾക്കാണോ? അതെ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ. കാവ്യ താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മടിക്കണ്ട, പറഞ്ഞോളൂ. കാവ്യ എന്നെ നോക്കി തുടർന്നു. സുരേഷേട്ടൻ ഇപ്പോൾ പണിയില്ല, എനിക്കും ക്ലാസ് ഇല്ലാത്തതിനാൽ വരുമാനമില്ല. ഇപ്പോൾ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണുള്ളത് എന്ന് പറഞ്ഞ് കാവ്യ കരയാൻ തുടങ്ങി. കരയാതെ കാര്യം പറയൂ. കാവ്യ കണ്ണ് തുടച്ചുകൊണ്ട് അല്പം നിരാശയോടെ തുടർന്നു. കാവ്യ, ലുക്ക് സുനിൽ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ മാറ്റർ നിന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ ശ്രദ്ധിച്ചു. ഞങ്ങൾ ഒളിച്ചോടി ഇവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ വീട് വാങ്ങിച്ചു. അതിൻ്റെ ബാങ്കിലെ അടവ് ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ അടവെല്ലാം തെറ്റിക്കിടക്കാണ്. വീട് ജപ്തിയുടെ വക്കത്തുമാണ്. അതിനാൽ സുനിൽ കുറച്ച് പണം കടവായിട്ട് തന്ന് സഹായിച്ചാൽ പിന്നീട് എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. അത് കേട്ട് ഒന്നും മിണ്ടാതെ ആലോചിച്ചിരുന്നു ഞാൻ. ഇപ്പോൾ ഒരു സമ്മർദ്ദം പിടിച്ച അവസ്ഥയിലാണ് ഞാൻ. വലിയ ടെൻഷനാണ് ഞാനും ഏട്ടനും ഇപ്പോൾ അനുഭവിക്കുന്നത്. നിശബ്ദതയോടെ ഞാൻ എല്ലാം കേട്ടു നിന്നു. കാവ്യ നിരാശയോടെ അവളുടെ കഥ തുടർന്നു. ഇതെനിക്ക് കിട്ടിയൊരു സുവർണാവസരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സ്വപ്ന ദേവതയെ സ്വന്തമാക്കാൻ ഇത് തന്നെ അവസരം. ഒരുപാട് ചിന്തകൾ എന്നെ മുന്നിൽ മറഞ്ഞു. സുനിൽ ഒന്നും പറഞ്ഞില്ല. കാവ്യയുടെ വിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല. പിന്നെ സഹായിക്കാറുണ്ട്, പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പക്ഷേ ചേച്ചിയുടെ കേസിൽ ചില്ലറ പോരല്ലോ. എത്രയാ ബാങ്കിൽ ലോൺ തീർക്കാൻ വേണ്ടത്? 8 ലക്ഷം. ഓക്കെ, ഞാൻ സഹായിക്കാറുണ്ട്. പക്ഷേ അതിനെല്ലാം പ്രത്യുപകാരവും പ്രതീക്ഷിച്ചാണ് ഞാൻ സഹായിക്കാറ്. പറയുന്നത് മനസ്സിലാവാതെ കാവ്യ നെറ്റി ചൊളിച്ച് അവനെ നോക്കി. എന്ന് വെച്ചാൽ ഞാൻ സഹായിക്കാം. 8 ലക്ഷം തന്ന് വീടിൻ്റെ എല്ലാ ബാധ്യതയിൽ നിന്നും നിങ്ങളെ ഞാൻ ഫ്രീ ആക്കി തരാം. പക്ഷേ എനിക്കൊരു പ്രത്യുപകാരം വേണം. എന്താണ് വേണ്ടത്? ആവേശത്തോടെ അവൾ ചോദിച്ചു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നീ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെയാണ് പകരം വേണ്ടത്. കാവ്യ ഞെട്ടിത്തെറിച്ചുപോയി. യെസ്, എനിക്ക് കാവ്യേച്ചിയുടെ ഈ ശരീരത്തോട് തീർത്താൽ തീരാത്തൊരിഷ്ടമുണ്ട്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നത് ഞാൻ കണ്ടു. അത് വകവെക്കാതെ ഞാൻ തുടർന്നു. പിന്നെ കാവ്യേച്ചി എന്നോട് സഹകരിച്ചാൽ ഈ വീട് മാത്രമല്ല, ഞങ്ങൾ പുതുതായി തുടങ്ങുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിൻ്റെ ഹസ്ബൻഡിന് നല്ല ശമ്പളത്തോടു കൂടിയ ജോലിയും തരാം. എന്തു പറയണമെന്നറിയാതെ കാവ്യ ഇരുന്നു.
എന്തായാലും തീരുമാനം ആലോചിച്ചിട്ട് മതി. നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കാനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ എങ്കിൽ നിങ്ങളുടെ ജീവിതമേ മാറും. കാവ്യ ചിന്താവിഷ്ടയായി എഴുന്നേറ്റു. ഞാൻ പറയാം. ഓക്കെ. കാവ്യ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നീട്ടി. ഇതിൽ എൻ്റെ നമ്പറുണ്ട്. നിങ്ങളുടെ തീരുമാനം പോസിറ്റീവാണെങ്കിൽ വിളിക്കാം. കാവ്യ കാർഡ് വാങ്ങി. തീരുമാനം പോസിറ്റീവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാവ്യ മറുപടി പറയാതെ നടന്നു നീങ്ങി. എങ്ങനെയെങ്കിലും അവസരം മുതലെടുത്ത് അവളെ ഒന്ന് കൊണ്ടുപോകണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. രാത്രി ഒരു 8 മണിയായപ്പോൾ കാവ്യ എനിക്ക് കോൾ ചെയ്തു. ഹലോ, ഞാൻ കാവ്യയാണ്. ആ പറയൂ കാവ്യേച്ചി. ഒരു നിശബ്ദത നീണ്ടു നിന്നു. എന്തായി നിങ്ങളുടെ തീരുമാനം? അതെ, ഇപ്പോൾ പണം ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. നിൻ്റെ എന്ത് ആവശ്യത്തിനും എൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സത്യമായിട്ടും? കാവ്യ പറഞ്ഞു. നീ ഇന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതം പച്ചപിടിക്കാനുള്ള മാർഗം തുറന്നു തരുമെങ്കിൽ ഞാൻ എന്തിനും റെഡി. എന്നാൽ ഓക്കെ, നമുക്ക് സംസാരിക്കാം. എവിടെയെങ്കിലും? പറയാൻ പാടുപെട്ടു. നാളെ നിൻ്റെ വീട്ടിൽ ആളുണ്ടാവുമോ? കാവ്യ അന്വേഷിച്ചു. ഉണ്ടാവും, അമ്മ രാവിലെ എത്തും. പിന്നെന്ത് ചെയ്യും? എന്നാൽ നമുക്കെൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സംസാരിക്കാം. എവിടെയാണ് നിൻ്റെ ഗസ്റ്റ് ഹൗസ്? ഒരു 10 മണിക്ക് KSRTC സ്റ്റാൻഡിൽ എത്തുമോ? നിങ്ങളെ അവിടെ വന്ന് ഞാൻ കാറിൽ പിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ വരാം, കാവ്യ പറഞ്ഞു. എന്നാൽ ഷാർപ്പ് 10 o'clock. ശരി. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറങ്ങും? എൻ്റെ സ്വപ്ന റാണിയെ നേരിൽ കളിച്ച് ആസ്വദിക്കാൻ അവസരം ലഭിച്ചതല്ലേ. എൻ്റെ ഒരു ആഗ്രഹം പൂവണിയുന്ന സന്തോഷത്തിലാണ് ഞാൻ. അടുത്ത ദിവസം ഞാൻ കുളിച്ചു മാറ്റി 10 മണിക്ക് മുമ്പ് തന്നെ KSRTC സ്റ്റാൻഡിലെത്തി. എൻ്റെ സ്വിഫ്റ്റ് കാറിൽ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാവ്യ വന്നു. അവളുടെ അല്പം ഗൗരവം നിറഞ്ഞ മുഖം തൻ്റെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഒരു നീല സാരിയാണ് അവളുടെ വേഷം. അത് അവളുടെ വെളുത്ത ശരീരത്തിന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്ക് ഫോൺ വിളിച്ച് എൻ്റെ കാറിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അവൾ കാറിലെ മുന്നിലെ സീറ്റിൽ കയറിയിരുന്നു. ഞാൻ കാറ് മുന്നോട്ടെടുത്തു. ആദ്യമൊന്നും അവൾ എന്നോടൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, രാവിലെ തന്നെ ടൗണിലേക്ക് പോയി. എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറയുന്നതിനെല്ലാം മറുപടി പറയാൻ കാവ്യ കഷ്ടപ്പെട്ടു. ടെൻഷൻ അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. 10 മിനിറ്റിനകം ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലെത്തി. അവൾ എന്നോടൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. കാറ് പാർക്ക് ചെയ്ത് ഞാൻ വീടിൻ്റെ ലോക്ക് തുറന്നു. ഞങ്ങൾ 2 പേരും അകത്ത് പ്രവേശിച്ചതിന് ശേഷം വാതിലടച്ചു. എൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി തുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു. അവിടെ നിശബ്ദത നിലനിന്നു. അവൾ എന്നിട്ട് എനിക്ക് അഭിമുഖമായി തിരിഞ്ഞു. ഇപ്പോഴും അവളുടെ മുഖത്ത് ഗൗരവഭാവം കാണാമായിരുന്നു. നിൻ്റെ മോഹം ഈ ശരീരത്തോടല്ലേ? നിനക്ക് മതിവരുവോളം ആഘോഷിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ കാര്യങ്ങൾ തുടങ്ങുമെന്നുള്ള അങ്കലാപ്പിൽ ഞാൻ തരിച്ചു നിന്നു. അവളോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. നീ ഇപ്പോൾ സ്വതന്ത്രനാണ്. എന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ഏത് ആഗ്രഹവും നടത്താം. അവൾ പറയുന്നത് തികച്ചും യാന്ത്രികമായിട്ടാണ്. അവളുടെ മുഖത്തുയരുന്ന ഗൗരവം അത് കാണിക്കുന്നു. എൻ്റെ തരിപ്പും അങ്കലാപ്പും ഇപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വിറച്ചുകൊണ്ട് അവളുടെ കവിളത്ത് തലോടി. കാവ്യയിൽ ഒരു മാറ്റവുമില്ലാതെ നിശ്ചലമായി നിന്നു. കാവ്യ ഗൗരവമായി സംസാരം തുടർന്നു. പക്ഷേ സുനിൽ, നീ ഒരു കാര്യം ആലോചിക്കണം. മാനസികമായി ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്താണ് ഇവിടെ വരെ എത്തിച്ചത്. സുരേഷ് ഏട്ടനല്ലാതെ വേറൊരു പുരുഷൻ എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. നീ ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിനെ വിലയ്ക്ക് വാങ്ങി എന്നതുപോലെയുള്ളൂ. നിനക്ക് ആസ്വാദ്യകരമാകുമോ? ഞാൻ ഒരു നിമിഷം സ്തബ്ധിച്ചു നിന്നു. ഇവൾ പറയുന്നതിൻ്റെ പൊരുൾ ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതൊന്നും എടിപിടിയെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ചേച്ചി ഉദ്ദേശിക്കുന്നത് നമ്മൾ തമ്മിൽ മാനസികമായി എടുത്തിട്ട് മതിയെന്നാണോ? ഞാൻ വിക്കി ചോദിച്ചു. അവൾ പറഞ്ഞു, അതെ, ആദ്യം നമ്മൾ തമ്മിൽ അടുക്കണം. എല്ലാം തുറന്ന് സംസാരിക്കണം. എന്തോ ഒരു അകൽച്ച ഇപ്പോഴും അദൃശ്യമായി നിലനിൽക്കുന്നു. അത് പൂർണ്ണമായും മാറണം. എങ്കിലല്ലേ ഒരു രസമുള്ളൂ.
അവൾ പറഞ്ഞത് ശരിയാണെന്നെനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് ഞാനും കാവ്യ ടീച്ചറുമായി ഫോൺ വിളികളും ചാറ്റും എല്ലാം തുടങ്ങി. ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം പങ്കുവെച്ചു. ഒഴിവും മറവുമില്ലാതെ എല്ലാം പറഞ്ഞു തുടങ്ങി. അങ്ങനെ കാവ്യ ഒന്നുകൂടി മാനസികമായി തയ്യാറെടുത്തു എന്നെനിക്ക് മനസ്സിലായി. ഇന്നാ സുദിനമാണ്. രംഗങ്ങളെല്ലാം പഴയതുപോലെ തന്നെ. അതേ നീല സാരി, അതേ ബെഡ്റൂം. ആവേശത്തിൽ ഞങ്ങൾ റൊമാൻസിൽ ഏർപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഒരുപാട് സ്വപ്നം കണ്ട ദേവത ഒരിക്കൽ കൈവിട്ടു പോയെന്ന് വരെ കരുതിയ എൻ്റെ സ്വപ്നറാണി ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ബെഡ്റൂമിൽ, അതും പൂർണ്ണ മനസ്സോടെ. ഈ നിമിഷത്തിൽ ഇനി ചത്താലും കുഴപ്പമില്ല എന്ന് വരെ തോന്നിപ്പോയി. ചിറ്റ് ഫണ്ട്സിൽ നിന്ന് ക്യാഷ് അടിച്ചുകൊണ്ട് പോയവനെ ലോകം മുഴുവൻ എതിർത്താലും എനിക്ക് തള്ളിപ്പറയാനാകില്ല. അവൻ കാരണമാണല്ലോ ഈ അമൂല്യ നിധി എനിക്ക് കിട്ടിയത്. മനസ്സിൽ അവനോട് ചെറിയ നന്ദി തോന്നി. കാവ്യേച്ചി പറഞ്ഞത് ശരിയാണ് എന്നെനിക്ക് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. മാനസികമായ ഒരടുപ്പം ഇതിന് വഹിക്കുന്ന പ്രാധാന്യം എനിക്ക് ബോധ്യമായി. ആലോചിച്ച് കിടന്ന് എൻ്റെ മൂക്കിൽ പിടിച്ച് ചേച്ചി പറഞ്ഞു, നിൻ്റെ മോഹമൊന്നും തീർന്നിട്ടില്ല എന്നെനിക്കറിയാം. വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം. ഞാൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് പോവാൻ നോക്കല്ലേ? ഇപ്പോൾ തന്നെയോ? എനിക്ക് കൊതി തീർന്നിട്ടില്ല. എൻ്റെ സുനി, മറ്റൊരവസരത്തിൽ കൂടാം. അയ്യോ കാവ്യേച്ചി, കുറച്ച് സമയം കൂടി. ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നെ ആക്കാം എൻ്റെ കുട്ടാ എന്നും പറഞ്ഞ് എൻ്റെ കവിളിൽ നുള്ളി. എന്നാ ശരി, നീ എന്നെ സഹായിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം കരകയറും. പിന്നെ ജീവിതം മുഴുവനും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. പിന്നെ നിൻ്റെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. എൻ്റെ പൊന്നു ചേച്ചി. ഞങ്ങൾ പരസ്പരം കെട്ടിപ്പുണർന്നു. ഇനി അങ്ങോട്ട് കാവ്യേച്ചി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പായി. അപ്പം ഈ സ്റ്റോറിക്ക് ഒരു ബാക്കി പോർഷനുള്ളത് നമ്മളിതിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വിത്ത് ലവ്, അലീന.